നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാൻ ലോകരാജ്യങ്ങളെ മുഴുവൻ വീർപ്പുമുട്ടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണോ കടക്കുന്നത്? ആ ആഘാതത്തിൽ ചൈനയും ഇന്ത്യയും അടക്കം അടിതെറ്റി വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല, ഈ യുദ്ധം നീണ്ടുപോയാൽ. എന്നാൽ അങ്ങനെ ഒരു കടുങ്കൈ ഇറാൻ നടത്തുമ്പോൾ അത് ഇറാന്റെ അസ്ഥിവാരം തോണ്ടലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമേരിക്ക കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്നുള്ള ഒരു ചിന്തയും ഇനി ഉണ്ടാകേണ്ടതില്ല. 4 ആഴ്ചക്കാലം യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ 4 ആഴ്ച വരെ ഇറാന് താണ്ടാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാരണം യുദ്ധം കടുത്താൽ അവസാനത്തെ ആണിക്കല്ല് വരെ പറിച്ചിട്ടേ തിരിച്ചെത്തൂവെന്ന് ഇസ്രയേലും കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. ഈ യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങൾ കൂടി സഖ്യകക്ഷികളായി മാറുമോ എന്ന ആശങ്ക മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്നിരുന്നാലും ഏറ്റവും വലിയ അടി, കനത്ത പ്രഹരം അത് ലഭിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിനും അതുപോലെ തന്നെ പാകിസ്ഥാനും തന്നെയാണ്. ഇറാൻ ഇനി ആരെ തന്നെ പരമോന്നത നേതാവായി നിയമിച്ചാലും കൊന്നുകളയുമെന്ന ഭീഷണിയാണ് ഇസ്രയേൽ ഉയർത്തിയിരിക്കുന്നത്. ആ ഭീഷണിക്ക് മുന്നിൽ അടി പതറുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഇറാനാകട്ടെ പുതിയ പരമോന്നത നേതാവായി ആയത്തുള്ള അലി ഖമനയുടെ രണ്ടാമത്തെ മകനായ മുസ്തഫ ഹുസൈനി ഖമനയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ ഭീഷണി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ആരെ തിരഞ്ഞെടുത്താലും ഏത് നേതാവായിരുന്നാലും പേരിന് പ്രസക്തിയില്ല, തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും വിഷയമല്ല എന്നും എടുത്തു പറയുന്നു. ഇസ്രയേലിനെ നശിപ്പിക്കാനും അമേരിക്കയെയും സ്വതന്ത്ര ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ജനതയെ അടിച്ചമർത്താനുമുള്ള പദ്ധതി അത് തുടരാനുള്ള, അതിന് നേതൃത്വം നൽകാനുള്ള ഇറാനിയൻ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ട് വേണം ഇതിനെ നോക്കിക്കാണേണ്ടത്. ഓരോ നേതാവും വ്യക്തമായ ഉന്മൂലനത്തിന് വിധേയമായിരിക്കുമെന്നാണ് ഇസ്രയേൽ കാറ്റ്സ് പറയുന്നത്. സമൂഹ മാധ്യമ കുറിപ്പിലൂടെയാണ് ഇറാന് മറ്റൊരു ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന് എടുത്തു പറയേണ്ടത് അയാളുടെ പേരോ അയാളുടെ സ്ഥലമോ ഒളിച്ചിരിക്കുന്ന കേന്ദ്രമോ ബങ്കറോ ഒന്നും തന്നെ തങ്ങൾക്ക് മുന്നിൽ യാതൊരുവിധ വിഷയവുമല്ല എന്ന് കാറ്റ്സ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ വധത്തിന് പിന്നാലെ രാജ്യം ഏറെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നേരിട്ടിരുന്നു. അതിനിടയിലാണ് നിർണായകമായൊരു നീക്കം ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമനയുടെ രണ്ടാമത്തെ മകനെ തന്നെ രാജ്യത്തിന്റെ അടുത്ത പരമോന്നത നേതാവായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇറാൻ ഇന്റർനാഷണലും ഇസ്രയേലി മാധ്യമങ്ങളും അടക്കം ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നാൽ അടുത്ത ദിവസം തന്നെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന ശുഭമുഹൂർത്തത്തിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തുമെന്ന ഭീഷണി നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇറാൻ ഏറെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുന്നത്. ഖമനയുടെ മകനെയും വകവരുത്താനായി ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയാൽ ലോകത്തെന്ത് സംഭവിക്കും? ഇറാൻ കയ്യും കെട്ടി നോക്കിയിരിക്കുമോ? അവരുടെ ആയുധ കലവറ പൂർണ്ണമായി ഇസ്രയേലിന് നേർക്കും അമേരിക്കയ്ക്ക് നേർക്കും തുറന്നു വിടുമോ? പലതരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയത്. ഖമനയുടെ മരണത്തിന് പിറകെ തന്നെ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരുന്നില്ല. പല പേരുകൾ, ലാരിജാനി അടക്കം നിരവധി ആളുകളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും അധികം ശുപാർശ ചെയ്യപ്പെട്ടൊരു പേര് തന്നെയാണ് ഖമനയുടെ മകനായ മുസ്തഫയുടേത്. ഇറാന്റെ അധികാര മേഖലകളിലൊക്കെ തന്നെ, അത് മതപരമായിക്കോട്ടെ, സൈനികപരമായിക്കോട്ടെ, നിയമനിർമ്മാണ മേഖലയായിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ വ്യക്തമായൊരു സ്വാധീനവും പരിചയവുമുള്ള വ്യക്തി കൂടിയാണ് മുസ്തഫ. അതും ഖമനയേക്കാൾ കടുത്ത യാഥാസ്ഥിതികവാദി എന്നുള്ള വിവരങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇറാന്റെ മുന്നോട്ട് പോക്ക്? അമേരിക്കയെ സംബന്ധിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഒരു ജനാധിപത്യ ഭരണകൂടം അവിടെ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ വഷളായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനെ വീണ്ടും നോട്ടമിടുമെന്നും ആക്രമണം കടുപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ശക്തമായ സമ്മർദ്ദം നിലവിൽ ഇറാന് മേലുണ്ട്. അതുതന്നെയാണ് പുരോഹിത സഭ മുസ്തഫയെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും. IRGCക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി മുന്നോട്ട് പോകാനും ഈ ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും മുസ്തഫ തന്നെ തങ്ങളുടെ തലവനായി ഉണ്ടാകണം. സൈന്യവുമായും IRGCയുമായും ഒക്കെ മുസ്തഫ ഏറെ വർഷങ്ങളായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ആയത്തുള്ള അലി ഖമനയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങളടക്കം ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒളിവിൽ പോയ സാഹചര്യത്തിലും അല്ലാതെയും സുഖമില്ലായിരുന്ന ഘട്ടത്തിലുമൊക്കെ മുസ്തഫയായിരുന്നു നിയന്ത്രിച്ചത്. ആ അനുഭവ സമ്പത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ 5-ാം ദിവസവും ഇസ്രയേൽ അമേരിക്ക ചേർന്ന് നടത്തുന്ന ഇറാൻ സംഘർഷം
അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അറേബ്യൻ രാജ്യങ്ങൾ തന്നെയാണ് ഇതിന്റെ പരിണത ഫലം അനുഭവിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ബുധനാഴ്ചയിൽ ഇറാന്റെ ആക്രമണമുണ്ടായി. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേർക്ക് വീണ്ടും ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് ഇറാൻ തന്നെ പറയുന്നു. 2 മിസൈലുകളാണ് അമേരിക്കൻ താവളം ലക്ഷ്യമിട്ടായി എത്തിയതെന്ന് BBC ചൂണ്ടിക്കാട്ടുന്നു. അതിലൊരെണ്ണം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടമൊന്നും സംഭവിച്ചില്ലെന്ന് ഖത്തറും. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഏകദേശം 800-ലധികം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേലിലാകട്ടെ 11-ലധികം പേർ കൊല്ലപ്പെട്ടു. കുവൈത്തിൽ ഒരു ഇറാനിയൻ പെൺകുട്ടിയും ബുധനാഴ്ച മരണപ്പെട്ടു. 40-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ബുധനാഴ്ച മാത്രം പശ്ചിമേഷ്യയിലെ വിവിധ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയത്. IRGC തന്നെ പറയുന്നു ഇറാൻ ഈ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. ഇറാനിൽ തിരിച്ച് പ്രത്യാക്രമണം നടക്കുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയോടെ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ കേട്ടുവെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ചോദിക്കുന്നു, ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും? ഇത് നീണ്ടു നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? പ്രത്യേകിച്ചും കപ്പൽ പാതകളെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇറാൻ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ഇറാന്റെ ഈ തീരുമാനം ഇത് ലോകരാജ്യങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. ഇതൊരിക്കലും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ അല്ല തിരിച്ചടിയാകുന്നത്, മറിച്ച് കൂടുതലായി ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും അടക്കം വലിയ തിരിച്ചടിയാകും. ഈ രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും സമ്പദ് വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ, താറുമാറാക്കുന്ന രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയും ചൈനയും പിന്നെയും പിടിച്ചു നിൽക്കും. എന്നാൽ കടക്കണിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാന് ഓർക്കാപ്പുറത്തുള്ള അടിയായി തന്നെയാണ് ഇത് മാറുന്നത്. കനത്ത പ്രഹരം. ഇപ്പോൾ നിലവിൽ $70 വ്യാപാരം നടക്കുന്ന എണ്ണവില എന്ന് പറയുന്നത് $110 കുതിച്ചേക്കുമെന്ന സൂചനയുണ്ട്. ഉപഭോഗത്തിനുള്ള എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ചൈനയിലേക്ക് ഹോർമുസ് വഴി എത്തിയിരുന്നത് പ്രതിദിനം ശരാശരി 54 ലക്ഷം ബാരൽ എണ്ണ കൂടിയാണ്. ഇന്ത്യയിലേക്ക് 17 ലക്ഷം ബാരൽ, ജപ്പാനിലേക്ക് 16 ലക്ഷം ബാരൽ, യൂറോപ്പിലേക്ക് 5 ലക്ഷം, അമേരിക്കയിൽ 6 ലക്ഷം ബാരൽ എന്നിങ്ങനെയാണ് കണക്ക്. ഇതൊക്കെ തന്നെ മുടങ്ങിയിരിക്കുന്നു. ലോക വിപണിയിലേക്ക് 31% എണ്ണയും 20% LNGയും ഒഴുകുന്ന പാതയാണ് ഇറാൻ ഇപ്പോൾ കെട്ടിയടച്ചിരിക്കുന്നത്. യുദ്ധത്തെ തുടർന്ന് ഖത്തർ LNG ഉൽപ്പാദനം നിർത്തിയത് മറ്റൊരു തിരിച്ചടി. തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഇറാന്റെ ഈ നീക്കം മൂലം ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LNG ഇറക്കുമതി എന്നത് 99%. ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ഈ 99% LNGയും ഇറക്കുമതി ചെയ്യുന്നത്. ഇവിടെ മടങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിൽ നിന്നും 72% LNG വാങ്ങുന്നു. ഇന്ത്യ ആകട്ടെ 53%. ചൈനയായിരുന്നു ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ 80% ക്രൂഡ് ഓയിലും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. യുദ്ധം നടക്കുകയാണ്. ഈ 80%വും ചൈനയ്ക്ക് വാങ്ങാനോ ഇറാന് വിൽക്കാനോ കഴിയുന്നില്ല. ഇത് ഏതാണ്ട് നിലച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കും, ചൈനയ്ക്കും ഇറാനും ഒരുപോലെ തന്നെ ഇത് തിരിച്ചടിയാണ്. ചൈനയുടെ LNG ഇറക്കുമതി 30% ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു. ചൈനയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ 40% വരുന്നതും ഹോർമുസ് കടലിടുക്ക് വഴി. ജപ്പാന്റെ എണ്ണ ഇറക്കുമതി 75% ഗൾഫിൽ നിന്നും, കൊറിയയുടേത് 70% ആയിരുന്നു കണക്ക്. എന്നാൽ ഹോർമുസ് അടച്ചപ്പോൾ ഇതൊക്കെ തന്നെ അടഞ്ഞിരിക്കുകയാണ്. വിലക്കയറ്റത്തിൽ 2 രാജ്യങ്ങളിലും പണപ്പെരുപ്പം കൂടും. GDP വളർച്ചയെ സാരമായി ബാധിക്കും. കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇത്തരത്തിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലോകരാജ്യങ്ങളെ തന്നെയാണ് വീർപ്പ് മുട്ടിക്കുന്നത്, കഴുത്തുഞ്ഞിരിക്കുന്നത്. പണപ്പെരുപ്പത്തിനടക്കം കാരണമാകുമ്പോൾ ഇന്ത്യ അടക്കം ഏറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് ലിബർ ടൈംസ്.